നമസ്കാരം. ജോർജിയയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇവിടെ ഒരു മാഫിയ സംഘം വൻതോതിൽ സ്ത്രീകളെ ബന്ദികളാക്കി വെച്ച് അവരുടെ അണ്ഡം ശേഖരിച്ച് വൻതോതിൽ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽപ്പന നടത്തി എന്നാണ് കേസ്. തൈവാനിൽ നിന്നുള്ള സ്ത്രീകളാണ് ഇവരുടെ പിടിയിൽപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഫേസ്ബുക്ക് വഴിയാണ് ഇവർ ഒരു പരസ്യം നൽകിയത്. വാടക അമ്മമാരെ ആവശ്യമുണ്ടെന്ന്, അഥവാ സരോഗേറ്റ് വുമൺ നമ്മളൊക്കെ പറയാറുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി പ്രസവിക്കാൻ തയ്യാറുള്ള സ്ത്രീകളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുകയും ഇതിന് 11,000 യൂറോ മുതൽ 17,000 യൂറോ വരെ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞായിരുന്നു പരസ്യം നൽകിയിരുന്നത്. ഇതനുസരിച്ച് നിരവധി സ്ത്രീകളാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടത്. ഒരു സ്ത്രീ തന്നെയായിരുന്നു ഇവരുടെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ചൈനക്കാരായ ഒരു മാഫിയ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇവർക്ക് ജോർജിയയിലേക്ക് വരുന്നതിനുള്ള പാസ്പോർട്ട് സംഘടിപ്പിക്കുന്നത് മുതൽ വിമാന ടിക്കറ്റിനുള്ള പണം വരെ ഈ സംഘമാണ് നൽകിയത്. തുടർന്ന് ജോർജിയയിലെ ഇവരുടെ താമസ സ്ഥലത്തെത്തിയപ്പോഴാണ് തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന സത്യം ഇവർ മനസ്സിലാക്കുന്നത്. ഇവർ സ്ത്രീകളെ മൃഗങ്ങളെ പോലെയാണ് കണക്കാക്കിയിരുന്നത് എന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾ പറയുന്നത്. 3 സ്ത്രീകൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇവർ പിന്നീട് പുറത്തെത്തി ലോകത്തെ വിവരം അറിയിക്കുകയായിരുന്നു. തൈവാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് രക്ഷപ്പെട്ടെത്തിയ സ്ത്രീകൾ വിവരം അറിയിച്ചത്. തുടർന്ന് അവർ ഇൻ്റർപോളുമായി ബന്ധപ്പെടുകയും അങ്ങനെ അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയാണ് ഈ മാഫിയ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത്. നേരത്തെ തിരികെ വീട്ടിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ട സ്ത്രീകളോട് ഇവർ 2,000 യൂറോ നഷ്ടപരിഹാരം തന്നിട്ട് വേണം പോകേണ്ടത് എന്നാവശ്യപ്പെടുകയായിരുന്നു. കയ്യിൽ പൈസ ഇല്ലാതിരുന്ന സ്ത്രീകൾ ഒടുവിൽ അവിടെ തന്നെ താമസിക്കാൻ നിർബന്ധിതരായിരുന്നു. എല്ലാ മാസവും ഇവരിൽ നിന്ന് അണ്ഡം ശേഖരിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു ഇവരുടെ രീതി എന്നാണ് പറയപ്പെടുന്നത്. ഈ അണ്ഡം പല വിദേശ രാജ്യങ്ങളിലേക്കും കടത്തിയിട്ടുണ്ടെന്നും അവിടെയുള്ള IVF ചികിത്സാ കേന്ദ്രങ്ങൾക്ക് വൻ തുകയ്ക്ക് ഇവർ വിൽക്കുകയായിരുന്നു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഇൻ്റർപോളും തൈവാൻ പോലീസും ഇതേക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി സ്ത്രീകൾ ഈ മാഫിയ സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ട് രക്ഷപ്പെടാനാകാതെ ജോർജിയയിൽ എവിടെയോ കഴിയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ തൈവാനിൽ നിന്ന് പിടികൂടിയ സ്ത്രീകളെയൊക്കെ തന്നെ മോചിപ്പിക്കാൻ അവിടെ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്ത് പലതരത്തിലുള്ള ബ്ലാക്ക് മാർക്കറ്റിങ്ങിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ സ്ത്രീകളുടെ അണ്ഡം പോലും വിറ്റ് കാശാക്കുന്ന മാഫിയ സംഘങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പുതിയൊരു വാർത്തയാണ്. പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഇവർ നൽകുന്നത്, അങ്ങനെ ഇവർ ഇരകളെ പിടികൂടുന്നതും എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്.